ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങും കുറച്ച് കോളിഫ്ലവറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതേപോലെ റൗണ്ടിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കട്ട് ചെയ്യുന്ന പോലെ നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ, ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. സാധാ മുളക് പൊടിയായാലും കുഴപ്പമില്ല. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, മുളക് ചതച്ചെടുത്തത്. ഇനി 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കോഴിമുട്ട ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് ഒരുപാട് കട്ടി കൂടി പോവുകയും ചെയ്യരുത്, ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്. ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. ഇനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് 1 കപ്പ് മൈദ എടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും വെള്ളം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം ഉരുളക്കിഴങ്ങ് ഈ മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ മാവിൽ നന്നായിട്ടൊന്ന് കവറാവുന്ന വിധത്തിലൊന്ന് മുക്കിയെടുക്കുക. ഇനി അതിനുശേഷം വീണ്ടും മൈദയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ 2-3 പ്രാവശ്യം കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ നമുക്ക് കുഴക്കാനും പരത്താനും ഒക്കെ സമയമില്ലാത്ത നേരത്ത് ഇതേപോലുള്ള സ്നാക്സൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കാം. ഇനി ബാക്കിയുള്ള ഫ്രൈസും കൂടെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങാണ് ഫ്രൈ ആക്കി എടുത്തത്. ഇനി നമുക്ക് കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ ആദ്യം കോളിഫ്ലവർ ഒന്ന് ഫ്ലോറിൽ മുക്കിയെടുത്തിട്ട് ഇതേപോലെ ബാറ്ററിൽ നന്നായി കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ആ മൈദയുടെ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഉരുളക്കിഴങ്ങ് ചെയ്ത് അതേപോലെ തന്നെ കോളിഫ്ലവറും ചെയ്തെടുക്കുക. ഇനി എണ്ണയിൽ നിന്നും ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുത്ത് ആ പൊടിയൊക്കെ നമുക്കൊന്ന് കോരി മാറ്റാം. അതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ KFCയുടെ രുചിയിലുള്ള നല്ല അടിപൊളി സ്നാക്കാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം പുതിയ വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.